കടലക്കറിക്ക് ഫീൽ ആവണ്ടെന്ന് കേട്ടിട്ടാണ് അവനെ കൂടി എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ദോശയും ചിക്കൻ കറിയും മാത്രം കഴിച്ചേനെ. പക്ഷെ വേറൊരു കാര്യമുണ്ടേ, 3 കൂടി ആയപ്പോൾ ഗംഭീരമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, അധികം ദോശ കഴിക്കാൻ മനസ്സനുഭവിച്ചില്ല. അതിനിടയ്ക്ക് കറണ്ടും പോയി. ഞാൻ മൈൻഡ് അടിച്ചില്ല കേട്ടോ, നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. ദോശ ഞാൻ വളരെ കുറച്ചേ എടുത്തോളൂ. എന്നിട്ട് പെട്ടെന്ന് ഈ പരിപാടിയും കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ കൊണ്ടുവന്ന കട്ടൻ ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ എന്നെ വേറൊരു ഡെഡ്ലി കോമ്പിനേഷൻ പരിചയപ്പെടുത്തി. വേറൊന്നും കൊണ്ടല്ല, ചിക്കൻ കറി കുറച്ചിരുന്നു. അമ്മ തരാൻ മറന്നുപോയി. അങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടിട്ട് അങ്ങനെ കട്ടൻ ചായയും ചിക്കൻ കറിയും, ചിക്കൻ കറിയുടെ പീസും കട്ടൻ ചായയും അടിപൊളി കേട്ടോ, കിട്ടില്ല കോമ്പിനേഷൻ. അയ്യോ, ഈ ഒരു കോമ്പിനേഷൻ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ അതോടെ നിൽക്കട്ടെ. ഊണിന് പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും പുളിശ്ശേരി ഞാൻ അമ്മാമ്മയുടെ ഒരുപാട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഐറ്റമാണേ. ചോറ്, ചിക്കൻ കറി, പുളിശ്ശേരി, തേങ്ങ അരച്ച മീൻ കറി, കുറച്ച് തോരൻ. നമ്മുടെ സ്റ്റീഫൻ തന്നെ പള്ളി പറയത്തില്ലേ, മുറിവിൻ്റെ എണ്ണമല്ല ആഴമാണ് കണക്ക്. അതുപോലെയാണ് അമ്മമ്മയുടെ കാര്യവും. കറികളുടെ എണ്ണമല്ല, ഓരൊറ്റ കറി ഉണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കറികളുടെ എണ്ണത്തിലല്ല ഞങ്ങളുടെ അമ്മാമ്മയുടെ മീൽ ടേസ്റ്റ്.